അതേ കൂട്ടുകാരെ, ബീട്രൂട്ടിൻ്റെ ഇല വെച്ചുള്ള തോരൻ നിങ്ങൾ കൂട്ടിയിട്ടുണ്ടോ? അപ്പോൾ ഇന്നത്തെ താരം ബീട്രൂട്ടിൻ്റെ ഇലയാണ് കേട്ടോ. ഒത്തിരി ഗുണങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു ഇലവർഗ്ഗം കേട്ടോ ഈ ബീട്രൂട്ട് ഇല. അതിൻ്റെ കൂട്ടത്തിൽ സുക്കിനി എന്ന് പറഞ്ഞ ഒരു വെജിറ്റബിളിൻ്റെ പൂവും കൂടെ കിട്ടി. നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പം അതിൻ്റെ പൂവായിട്ട് വാങ്ങിക്കാൻ കിട്ടി. ഈ രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഒരു തോരനാണ് ഇന്നത്തെ പ്രിപ്പറേഷൻ. ആദ്യം തന്നെ ഇലകളും പൂക്കളും എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചു. പിന്നെ കുറച്ച് തേങ്ങ, കുറച്ച് വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചു. നമുക്ക് ഈ തോരൻ്റെ പരുവത്തിന് ഒന്ന് ചതച്ചെടുത്തു. പിന്നെ നോർമലായിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കുന്ന രീതി പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിലേക്ക് 2 വറ്റൽ മുളകിട്ടു. അതിനുശേഷം ഉഴുന്ന് പരിപ്പ് ചേർത്തു. അതൊന്ന് ബ്രൗൺ കളറായതിനു ശേഷം പച്ചമുളക് ചേർത്തു. പിന്നെ ഒരു സവോള അരിഞ്ഞ് അതും ഒന്ന് വഴറ്റിയെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പും ചേർത്തു. അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ച ഇല അതിനകത്തിട്ടു. ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചു. അതിനകത്തേക്ക് നമ്മൾ പൂവും കൂടെ ചേർത്ത് അതും മൂടി വെച്ച് വേവിച്ചു. ഇതൊന്നും വേവാൻ അധികം സമയം വേണ്ട കേട്ടോ, 2-3 മിനിറ്റ് മാത്രമേ അടച്ചു വെക്കുന്നുള്ളൂ. അതിനകത്തേക്ക് നമ്മുടെ ആ ചതച്ച് വെച്ച ആ ഒരു അരപ്പും കൂടെ ചേർത്ത് എൻ്റെ അമ്മ പറയുന്ന പോലെ വാരിപ്പൊത്തി അടച്ചു വെച്ച് വീണ്ടും വേവിച്ചു. അങ്ങനെ നമ്മുടെ തോരൻ റെഡി. കറിവേപ്പില കിട്ടുകയാണെങ്കിൽ അതും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സ്നേഹത്തോടെ സിഡ്നി ട്രാവൽ ടെയിൽസ്.